കൊളംബോയിൽ നിന്ന് ബോംബെയിലേക്ക് വരുന്നതാണ് ഈ കപ്പലിന്റെ യാത്രാ സഞ്ചാരം എന്ന് പറയുന്നത്. ഇത് നിലവിലുള്ളത് പൊന്നാനിക്ക് സമീപം, അഴീക്കലിന് സമീപം, ബേപ്പൂരിന് സമീപം. ഇവിടെയാണ് ഇതിന്റെ അവസാനത്തെ മാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെയാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു സിംഗപ്പൂർ കപ്പലാണ്. ഏകദേശം 10 വർഷത്തിന് മുകളിൽ പഴക്കം ഈ കപ്പലിനുണ്ട്. കപ്പലിൽ 22 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 18 പേർ ചാടി എന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരം. ഈ കപ്പലിന്റെ റൂട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മുംബൈയിലേക്ക് ഇതാണ് ഇതിന്റെ റൂട്ട് മാപ്പ് എന്ന് പറയുന്ന കപ്പലിന്റെ യാത്ര മാർഗം. നിലവിലിത് മംഗളൂരിന് സമീപം, പൊന്നാനിക്ക് സമീപം ആണ് നിലവിൽ അവസാനമായിട്ട് ഇതിന്റെ ലൊക്കേഷൻ ഈ പല ട്രാക്കർമാർക്കും ലഭിച്ചിരിക്കുന്നത്. അമൃത. ശരി, സച്ചിൻ രവീന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ ഒരു കപ്പൽ അപകടവുമായി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്കിനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു, ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ കപ്പലിന് തീപിടിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും നിലവിലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മുംബൈയിലേക്ക് കൊളംബോയിൽ നിന്ന് പോവുകയായിരുന്ന വാൻ ഹായ് എന്ന ചരക്ക് കപ്പലിനാണ് തീപിടിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ അത് പൂർണ്ണമായും മുങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ പ്രാരംഭഘട്ടം അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. KR സാജു തുടരുന്നുണ്ട്. സാജു, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? പുതിയ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുതുതായി ഒരു വിവരവും വരുന്നില്ല. ആകെ നേരത്തെ ഉണ്ടായിരുന്ന വിവരങ്ങൾ തന്നെയാണുള്ളത്. അതായത് കോസ്റ്റ് ഗാർഡും നേവിയും അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ തുടക്കമായിരിക്കുന്നു. ചരക്ക് കപ്പലിനാണ്, സിംഗപ്പൂർ ആസ്ഥാനമായി ഉള്ള ചരക്ക് കപ്പലിനാണ് തീപിടിച്ചിരിക്കുന്ന. വാൻഹായ് എന്ന 503 എന്നാണ് ചരക്ക് കപ്പലിന്റെ പേര്. ഇതിൽ 40ഓളം ജീവനക്കാരുണ്ട്. 18 പേർ കടലിൽ ചാടി, 22 പേർ ഇപ്പോഴും കപ്പലിലുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കൊളംബോയിൽ നിന്നും നവി മുംബൈയിലേക്ക് യാത്ര തിരിച്ചതാണ്. 7-ാം തീയതിയാണ് ഇത് കൊളംബോയിൽ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നത്. 10-ാം തീയതി, അതായത് നാളെ പുലർച്ചെ 4 മണിയോടുകൂടി മുംബൈയിൽ എത്തിച്ചേരേണ്ടതായിരുന്നു ഈ ചരക്ക് കപ്പൽ. ഈ ചരക്ക് കപ്പലിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടെയ്നറുകളിൽ ഏതൊക്കെ തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒന്നും ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. ബാക്കി കപ്പൽ കേരള തീരത്ത് നിന്നും, കേരളത്തിന്റെ അധികാര പരിധിക്ക് പുറത്താണ് യഥാർത്ഥത്തിൽ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കണ്ടെയ്നറുകൾ മറ്റോ ഒഴുകിയെത്തുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്മേൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മുൻകരുതൽ നടപടികൾ എടുക്കാനുള്ളൂ. ബാക്കി നേവിയും കോസ്റ്റുമാർഡും അടങ്ങുന്ന ഏജൻസികളാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട. അത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്.